ഞങ്ങളെല്ലാം ഇന്നലെ നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇന്നലെയും മിനിയാന്നും ഈ സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധം നടന്നല്ലോ. ഇന്നലെ AICC ജനറൽ സെക്രട്ടറിയും ഞാനും KPCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ, MLA ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ ഇന്നലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതാണ്. ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ മെൻഷൻ ചെയ്തു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗുരുതരമായ കേസിൽ ഞങ്ങളെല്ലാം പത്രസമ്മേളനത്തിൽ അതിശക്തമായ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. പരാതികളില്ല എന്ന് ഇന്നലെ നിയമസഭയിൽ ഒരു CPM അംഗം പറഞ്ഞു. ആ പരാതികൾ മുഴുവൻ ഞങ്ങൾ ഉയർത്തിക്കാട്ടി. നിരവധി പരാതികൾ ഈ സംസ്ഥാനത്തുടനീളം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് ഗവൺമെന്റ് ഈ കാര്യം ഗൗരവമായി എടുത്ത് അടിയന്തരമായ നടപടി സ്വീകരിക്കുമെന്നാണ്. ഈ അവിശുദ്ധ ബാന്ധവം ഈ വിഷയത്തിലും ഉണ്ടാകുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കേന്ദ്ര ഏജൻസികളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. കേന്ദ്ര ഏജൻസികളുമായി ധാരണയിലാണ്. BJPയും നിങ്ങൾക്ക് അറിയില്ലേ എത്ര കേസുകളാണ്. മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് കേസ്, കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള തൃശൂർ പൂരം കലക്കിയ കേസ്, ADGP RSS നേതാവിനെ കണ്ട കേസ്, ഇതെല്ലാം ഒതുക്കി തീർക്കല്ലേ ഗവൺമെന്റ്. എല്ലാം BJPക്ക് അനുകൂലമായി 4-5 കേസുകളാണ് ഇതുവരെ ഒതുക്കി തീർത്തത്. തൃശൂർ പൂരം കലക്കാൻ BJPക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തില്ലേ? എന്നിട്ട് എവിടെ പോയി ആ കേസ്? അവിടുത്തെ DGP റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അതിൽ കുറ്റവാളിയായ ADGPയെ സംരക്ഷിക്കുകയല്ലേ? ആ ADGPയല്ലേ RSS നേതാവിനെ കാണാൻ പിണറായി വിജയൻ പറഞ്ഞയച്ചത്? എന്തുപറ്റി? കൊടകര കുഴൽപ്പണ കേസിൽ ഒരു BJPക്കാരൻ പോലും അറസ്റ്റിലായില്ലല്ലോ, എല്ലാ തെളിവുകളുണ്ടായിട്ടും. മഞ്ചേശ്വരം കേസിൽ 1 കൊല്ലത്തിനകം സമർപ്പിക്കേണ്ട കാര്യം സമർപ്പിക്കാതിരുന്നത് കൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത്. ഇന്ന് ചർച്ചയില്ല, നോട്ടീസുമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്. ഈ BJP ഈ ചർച്ച നടത്തിയാൽ BJPയും കേരളത്തിലെ CPMും തമ്മിലുള്ള ഈ അൺഹോളി നെക്സസ്, അവിശുദ്ധമായ ഈ ബാന്ധവം കൂടുതൽ പുറത്തു വരും എന്നറിയാവുന്നത് കൊണ്ടാണ് അത് ചർച്ച ചെയ്യാൻ സമ്മതിക്കായിരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ ചോദ്യമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്. ഇത് നിസാര സംഭവമാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കും എന്നൊരു BJP നേതാവ് അദ്ദേഹത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതൊരു നിസാര സംഭവമാണോ? അതിന് മറുപടി പറയണം പിണറായി വിജയൻ, മറുപടി പറയണം. അല്ല, അതെ, ഞങ്ങളത് പറഞ്ഞോട്ടെ. ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇതിനെതിരെ പ്രതിഷേധമൊന്നും ഉയർന്നില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ചാനൽ ചർച്ചയിലൂടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ദേശീയ നേതാവിന്, അദ്ദേഹം ഈ സംസ്ഥാനത്ത് ഇടക്കിടക്ക് വന്നു പോകുന്ന ആളാണ്, അദ്ദേഹത്തിന് നെഞ്ചിൽ വെടി ഉതിർക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഊമക്കത്ത് കിട്ടിയാൽ അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കണ്ടേ? നിയമവാഴ്ച ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെന്റ് ഇത് നിസ്സാരം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? പ്രതിപക്ഷത്തിന്റെ പ്രകടനം, പാർട്ടിയുടെ പ്രതിഷേധമൊക്കെ നോക്കിയിട്ടാണോ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ കാര്യത്തിൽ? അദ്ദേഹം സെക്യൂരിറ്റി ഉള്ള ആളാണ്, ഹൈ പ്രയോറിറ്റിയിൽ രാജ്യം കൊണ്ടു നടക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വെടിവെച്ച് വെല്ലും എന്ന് ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് അത് ഗൗരവമായിട്ട് എടുക്കണമല്ലോ. പിന്നല്ലേ സംസ്ഥാന ഗവൺമെന്റ് ഈ നിയമസഭയിൽ അത് ഒരു നിസ്സാര സംഭവം അങ്ങനെയാ പറഞ്ഞത്. അത്ഭുതകരമായിരിക്കുന്നു. പ്രതിഷേധമാണ് വേണ്ടത് എങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ UDF ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും, യാതൊരു സംശയവും വേണ്ട. BJP നമുക്കറിയാലോ, ഇന്ത്യ മുന്നണി ബീഹാറിൽ രാഹുൽ ഗാന്ധി പര്യടനം നടത്തിയ സന്ദർഭത്തിൽ ഒരു പ്രസംഗത്തിന്റെ പേരിൽ അവിടെ ഹർത്താൽ നടത്തി, പ്രതിഷേധം നടത്തി. എന്തെല്ലാം ആക്ഷനാണ് അവിടുത്തെ ഗവൺമെന്റ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും എതിരായി എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചാനൽ ചർച്ചയിലൂടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനെ, ശ്രീ രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ? ആ നിസ്സാര കാര്യം എന്ന് പറഞ്ഞത് തന്നെ തീരെ ശരിയായില്ല. ഞങ്ങൾ വിചാരിച്ചത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ നടപടികൾ അസംബ്ലിയിൽ പറയുന്നതാണ്. അതുണ്ടായില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു ഊമക്കത്ത് ഗൗരവത്തിലെടുക്കണം, ഇന്റലിജൻസ് റിപ്പോർട്ട് ഗൗരവത്തിലെടുക്കണം, അതിനുള്ള ആക്ഷൻ വേണം. ഓപ്പണായിട്ട് പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല എന്ന് എന്താ ഗവൺമെന്റിന് ഉറപ്പ്? അങ്ങനെ ഒരു സംഭവം നടക്കൂല എന്ന് എന്താ സർക്കാരിന് ഉറപ്പ്? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ പ്രേരണ? എവിടുന്നാണ് ഇത് വന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? ഇതൊക്കെ നോക്കൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ടതല്ലേ വെടിവെപ്പുകള്? നെഹ്റു കുടുംബത്തിനെ ഫിനിഷ് ചെയ്തത് ഇന്ത്യ കണ്ടതല്ലേ?
അത് നിസ്സാര കാര്യമാണോ? അതുകൊണ്ട് തന്നെ ആ സംഭവം വളരെ നിസ്സാരം എന്ന് പറഞ്ഞതിലും അതിയായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയരും. UDF അതിൽ പ്രതിഷേധിക്കും, യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും ഇത് എന്താ പറയാ, പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഗവൺമെന്റിന്റെ ഒരു നിസ്സാരം എന്നുള്ളത് ഒരു അൺഹോളി അലയൻസായി ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സൈഫ്, എന്താണ് പ്രതിപക്ഷം പറയുന്നത്? പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സഭാ നടപടികൾ ഇന്ന് പൂർണ്ണമായി സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം സഭയ്ക്ക് പുറത്ത് വന്ന് മാധ്യമങ്ങളെ കണ്ട് അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഇന്നലെ ബില്ലിന്മേലുള്ള ചർച്ചയിൽ ചില CPM നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് പ്രതിഭാഹരിയാണ് പറഞ്ഞത്. വിഷയമുണ്ടായ സൈഫ് തുടരുക. ഇപ്പോൾ